ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ സെഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും +1ലെ 4th ചാപ്റ്ററായ മോഷൻ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഫിസിക്സ് എവിടെ പഠിച്ചു കഴിഞ്ഞാലും ഈ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്, ഓർ ഈവൻ ഡെറിവേഷൻസ് പോലും ചെയ്യുന്നത്. ഈ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദയവേത് ആ ചാപ്റ്റർ കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാം. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ആദ്യം ബേസിക് ഫോഴ്സസ് ഓഫ് നേച്ചർ 4 എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കെപ്ലേഴ്സ് ലോസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ സെഷൻ കാണാൻ ആ സെഷൻ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അഥവാ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണ ശക്തിയെ കുറിച്ചാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തു പറയട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും വളരെ താല്പര്യത്തോടെ പഠിക്കാൻ പറ്റും. ആൻഡ് ബേസിക്സ് തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ പോയി എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരും. ആ സമയം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കോ അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സെഷനിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷനെ കുറിച്ചാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഗുരുത്വാകർഷണ ശക്തി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സെഷനിലോട്ട് വരുമ്പോൾ തന്നെ ഈ ഗ്രാവിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. കൊച്ചു ക്ലാസ്സിൽ കുറേ ഇതിനെക്കുറിച്ച് പഠിച്ചാണ്, പക്ഷെ അതെല്ലാം ഒന്ന് മറന്നേക്കാം. കാരണം കുറേ ഒക്കെ പൊട്ടത്തെറ്റായിരിക്കും. നമ്മളിന്ന് വളരെ ബേസിക്സ് മുതൽ പഠിക്കുന്നതായിരിക്കും, വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തലയിലൊക്കെ ഉള്ള പ്രീവിയസ് കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നേക്കാം. മറക്കണം, പഴയതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു, എന്തൊക്കെയാണ് മറക്കേണ്ടത്? അപ്പോൾ ഗുരുത്വാകർഷണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ന്യൂട്ടൺ ആപ്പിൾ വന്ന് തലയിൽ വീഴുന്നു, അല്ലെങ്കിൽ ഭൂമി എല്ലാ സാധനങ്ങളും പിടിച്ച് വലിക്കുന്നു, ഇതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മലയാളത്തിൽ ഗുരുത്വം എന്നായിരിക്കും പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നാണ്, അതായത് ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നാണ് ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വം എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എല്ലാത്തിനെയും പിടിച്ച് വലിക്കുന്നു. ഗുരുത്വാകർഷണ ശക്തി എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നാണ് ഈ ഗുരുത്വം വരുന്നത്. എന്താ ഗുരുത്വാകർഷണ ശക്തി എന്ന് നമ്മൾ നോക്കാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. Every body in the universe attracts each other with a force directly proportional to the product of their masses. Everybody, എല്ലാ വസ്തുക്കളും, എവറിബഡി എന്നൊന്നും എഴുതി വയ്ക്കരുത്. നമ്മൾ പിള്ളേർ സ്പീഡ് എഴുതുമ്പോൾ എവറിബഡി എന്ന് എഴുതി വയ്ക്കും, എല്ലാവരും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, എവറി ബോഡി, എല്ലാ വസ്തുക്കളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അട്രാക്ട്സ് ഈച്ച് അതർ, തമ്മിൽ പിടിച്ച് വലിക്കുന്നു. ഞാൻ ഈ ബോർഡിനെ പിടിച്ച് വലിക്കുന്നുണ്ട്, ഈ ബോർഡ് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇട്ട് വലിക്കുവാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ആ അട്രാക്റ്റീവ് ഫോഴ്സ്? അതിനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ആ രണ്ട് വസ്തുക്കൾക്ക് ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് പേനയാണ് പറയുന്നുണ്ടെങ്കിൽ ആ പേനയ്ക്ക് M1 M2 മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മാസിനെ ആദ്യം പ്രോഡക്റ്റ് എടുക്കണം, എന്നിട്ട് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഫോഴ്സ്. അപ്പോൾ ഞാൻ F എന്ന് പറയുവാണ് ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ആയിരിക്കും. ഇതറിയാം. രണ്ടാമത്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. അപ്പോൾ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് ഞാൻ എഴുതുവാണ്. 1 ഡിവൈഡഡ് ബൈ എന്താണ്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ആണ് അതിന് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ആറിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. Consider two masses M1 M2 at a distance r from each other. The force of attraction due to gravity. ഇത് ഗ്രാവിറ്റി കാരണമുള്ള ഫോഴ്സ് ആണ്. വേറെ എന്തെങ്കിലും ഫോഴ്സ് വേണമെങ്കിൽ അതിലുണ്ടാവാം. ഗ്രാവിറ്റിയുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് നമുക്ക് എന്തെഴുതാം? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ M1 M2 ഡിവൈഡഡ് ബൈ r² എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. അതിനെ നമ്മൾ G എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ F is equal to G into M1 M2 divided by r² എന്ന് നമ്മൾ എഴുതാൻ പറ്റും. ഇതായിരിക്കും ബേസിക്കലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഈ ജീനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നമ്മൾ
വാല്യൂ മാത്രമാണ് പറയുന്നത്. എത്ര ശക്തി ഉണ്ടാവും അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എപ്പോഴും ഈ ഫോഴ്സ് എഴുതുമ്പോൾ അതൊരു വെക്റ്റർ ഫോമിൽ വേണം എഴുതാം. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നതിന് കൂടെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നും കൂടെ നമുക്ക് പറഞ്ഞാൽ മാത്രമേ ഫോഴ്സിനെ വെക്ടറൈസ്ഡ് ഫോമിൽ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാം. ശ്രദ്ധിക്കുക, 2 മാസ് ഉണ്ട്, M1 M2 എന്ന് വിചാരിക്കുക. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 6 ആണ്. ഈ 6 എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോഴ്സിനെ എങ്ങനെ എഴുതാം? ഞാൻ ആദ്യം ഈ 1-2ൽ ഇടുന്ന ഫോഴ്സ് ഞാൻ എഴുതാൻ പോവാണ്. അതിന് ഞാൻ F12 എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ Gm1 M2 ഡിവൈഡഡ് ബൈ R² എന്നെനിക്ക് എഴുതാം. ഇത് ഞാൻ വാല്യൂ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡയറക്ഷൻ പറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? R/R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറി? F12 = Gm1 M2 ഡിവൈഡഡ് ബൈ R² ആയിരുന്നു, ഒരു ആറും കൂടെ വന്നു, അപ്പോൾ R³ ഇൻറ്റു R വെക്റ്റർ എന്നെനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. എഫ് എങ്ങോട്ടാണ്? M1 M2നെ പിടിച്ച് വലിക്കുന്നതാണ്, അത് ഇങ്ങോട്ടായിരിക്കും. ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ച് നമുക്ക് എന്തറിയാം? M1 M2നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റായി M2 M1നെ പിടിച്ച് വലിക്കും. അതിന് ഞാൻ F21 എന്ന് ഞാൻ പറയുവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതെങ്ങനെയായിരിക്കും? M1 M2നെ പിടിച്ച് വലിച്ചത് ഇങ്ങോട്ടായിരുന്നു, അപ്പോൾ M2 M1നെ പിടിച്ച് വലിക്കുന്നത് അങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എന്താണോ വാല്യൂ അതിലൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ F21 എന്ന് പറയുന്നത് -G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R വെക്റ്റർ എന്ന് എനിക്ക് എഴുതിയാൽ മതിയാവും. ഇതായിരിക്കും ഇതിൻ്റെ വെക്റ്റർ ഫോം. അപ്പോൾ വെക്റ്റർ ഫോമിൽ നമുക്ക് ഡയറക്ഷനും കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ജീനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ജി കണ്ടുപിടിക്കാൻ, ജീൻ്റെ വാല്യൂ എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ പ്രൊപ്പോർഷണലി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇട്ടു എന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റ് എത്രയാണ് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ രീതി നമ്മൾ കാവൻഡിഷ് എക്സ്പെരിമെന്റ് ഫോർ നോയിങ് ജി എന്ന് പറയും. ഓക്കെ, ഇത് കാവൻഡിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 18th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ വഴി കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ഒരു AB എന്ന് പറഞ്ഞ ഒരു ബാർ ഉണ്ട്. ഓക്കെ, കൺസിഡർ എ ബാർ AB വിത്ത് മാസസ് M ഓൺ ബോത്ത് എൻഡ്സ് സസ്പെൻഡഡ് ഫ്രം റിജിഡ് സപ്പോർട്ട്. ആ AB-നെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. ഓക്കെ, ഇതാണ് ആ ബാർ എന്ന് വിചാരിക്കുക. ആ ബാറിനെ ഒരു കയറിൽ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. ആ ബാറിന്റെ 2 അറ്റത്തും എയിലും ബിയിലും ഓരോ മാസ് ഉണ്ട്. ആ മാസ് എത്രയാണ്? M ആണ്, സ്മോൾ m. എയും സ്മോൾ എം ആണ്, ബിയും സ്മോൾ എം ആണ്. അപ്പം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇതിനിങ്ങനെ കറങ്ങാൻ പറ്റും. ഓക്കെ, 2 big spheres ഓഫ് മാസ് ക്യാപിറ്റൽ M, 2 വലിയ മാസ് കൊണ്ടുവന്നു. അതാണ് ഈ S1 S2 എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ M ആർ ബ്രോട്ട് ഫ്രം ഓപ്പോസിറ്റ് സൈഡ്സ്. ഓപ്പോസിറ്റ് സൈഡ്സിൽ, ഈ കാണിച്ചിരിക്കുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡ്സിൽ അറ്റ് ഡിസ്റ്റൻസ് D, ഒരു D ഡിസ്റ്റൻസിൽ, ചെറിയൊരു ഡിസ്റ്റൻസിൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയൊരു ഡിസ്റ്റൻസിൽ, റെഡിൽ ഞാൻ വരയ്ക്കുവാണ്, ആ ചെറിയൊരു ഡിസ്റ്റൻസിൽ ഈ S1 S2 കൊണ്ടുവന്നു ഓൺ പോയിന്റ്സ് S1 S2 ആസ് ഷോൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ശ്രദ്ധിക്കുക, ഈ എയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. S1 എനെ പിടിച്ച് വലിക്കും. ഓക്കെ, എങ്ങോട്ടാണ് വലിക്കുന്നത്? താഴോട്ടായിരിക്കും വലിക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് പിടിച്ച് വലിക്കും. അതായത് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ S1 കൊണ്ടുവന്ന് വെച്ചു, അപ്പോൾ ഇവനെ പിടിച്ച് S1 ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, ഇനി അടുത്ത B നോക്കുക, ബിനെ S2 പിടിച്ച് വലിക്കും. അത് എങ്ങോട്ടായിരിക്കും വലിക്കുന്നത്? ഇങ്ങനെയായിരിക്കും വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോഡ് AB-യിൽ ഈക്വലൻ്റ് ഓപ്പോസിറ്റായി ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് വലിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് വലിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഒരു വസ്തുവിൽ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുവാണ്, ഇതിന് ഞാൻ മുകളിൽ അങ്ങോട്ട് പിടിച്ച് വലിച്ചു, താഴെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ വസ്തു മുകളിലോ താഴെ ഒന്നും പോകത്തില്ല, പകരം കടന്ന് കറങ്ങുമായിരിക്കും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ വസ്തുവിൽ ഉണ്ടാവുന്നത് ഒരു ടോർക്കാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ കപ്പിൾ എന്ന് പറയും. ഓക്കെ, സ്റ്റിയറിംഗ് തിരിക്കുന്ന പോലെ. ഓക്കെ, എന്താവും? ഇങ്ങനെ കറങ്ങുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ദ വയർ ഓൺ വിച്ച് AB ഈസ് സസ്പെൻഡഡ് ഗെറ്റ്സ് ട്വിസ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ ഈ വയർ എന്ത് സംഭവിക്കും? വയർ കിടന്ന് ട്വിസ്റ്റ് ആവും. ഓക്കെ, അങ്ങനെ ആവുകയാണെങ്കിൽ ഗെറ്റ്സ് ട്വിസ്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഒരു തീറ്റ ആംഗിളിൽ ഈ വയർ കിടന്ന് ട്വിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ കിടന്ന് കറങ്ങും, ഒരു തീറ്റ ആംഗിളിൽ അത് കറങ്ങി. ഓക്കെ, ഡ്യൂ ടു ദ മൊമെന്റ് ഓഫ് ദ കപ്പിൾ. എന്തുകൊണ്ടാണ് കറങ്ങുന്നത്? അതിലൊരു ടോർക്ക് ഉണ്ട്, ആ ടോർക്ക് കാരണമായിരിക്കും ഇത് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? വർക്ക് ഡൺ. കഴിഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ വർക്ക് ഡൺ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് വർക്ക് ഡൺ 2 രീതിയിൽ എഴുതാം. റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ടോ ഇൻറ്റു തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് ലീനിയർ മോഷന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു F ഇൻറ്റു L എന്ന് നമുക്ക് എഴുതാം. ലെങ്ത് ടോ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു
എഫിന് പകരം എനിക്ക് G(m1m2) / r² എന്ന് എഴുതാം. ഇവിടുത്തെ മാസ് എനിക്കറിയാം, ഇവിടെ എമ്മും ഇപ്പുറത്ത് ക്യാപിറ്റൽ എമ്മും ആണ്. S1 S2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? G(m) / ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അറ്റ് ഡിസ്റ്റൻസ് d ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ d² L, എബിയുടെ ലെങ്ത് ആണ് L എന്ന് നമ്മൾ പറയും. നമുക്ക് ഇതിൽ നിന്നും എന്തെല്ലാം അറിയാമായിരിക്കും? ഈ ടോ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. എത്രയായിരിക്കും അതിൽ വരുന്ന ടോർക്ക്, ആ വയറിനെ തിരിച്ചു നോക്കുമ്പോൾ എത്ര ടോർക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഈ തീറ്റ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എത്രത്തോളം ഇത് കറങ്ങുന്നു, എത്ര ആംഗിൾ കറങ്ങി ആ വയർ എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എം എനിക്ക് നേരത്തെ അറിയായിരിക്കും, ഈ രണ്ടറ്റത്ത് എത്ര മാസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ ക്യാപിറ്റൽ എമ്മും എനിക്കറിയാൻ പറ്റും, എത്ര ആണ് വലിയ ബോളിൻ്റെ മാസ് എന്നുള്ളത്. ഡി, എത്ര ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ രണ്ട് മാസ് കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ളതും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ ഈ എ ബിയുടെ ലെങ്ത്തും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ കാവൻഡിഷ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് ജി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം ഒരു രീതി. രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. ജി ക്യാൻ ബി ഒബ്ടൈൻഡ് ഇഫ് 2 masses of 1 kg each are kept at 1 meter apart and the force is measured. ശ്രദ്ധിക്കുക, നമുക്കറിയാം F is equal to G(m1m2) / r² ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാൻ പോവാണ്. രണ്ട് മാസ് ഞാൻ എടുത്തു ഇതേപോലെ. ഓക്കെ, രണ്ടിനും 1 kg ആണെന്ന് വിചാരിക്കാം. ഇതും 1 kg, ഇതും 1 kg. അപ്പോൾ M1ഉം M2ഉം 1 kg ആയി. ഓക്കെ, ഈ വെച്ച ദൂരം അത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എന്തെല്ലാമാണ് ഇത്? M1 is equal to 1 kg is equal to M2. രണ്ടും ഞാൻ 1 kg എടുത്തു. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ R 1 മീറ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് G(m1m2) എന്ന് പറഞ്ഞാൽ 1 × 1 തന്നെയാണ്. അപ്പോൾ G(m1m2) വരെ 1 ഡിവൈഡഡ് ബൈ r². r 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 1² അത് 1 തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഉള്ള ഫോഴ്സിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജിന്റെ വാല്യൂ കിട്ടും. എങ്ങനെയുള്ള ഫോഴ്സ് ആണ്? രണ്ട് വസ്തു എടുത്തു, ഈ രണ്ട് വസ്തുവാണെന്ന് വിചാരിക്കാം. ഈ രണ്ട് വസ്തുവിനും 1 kg മാസ് ആയിരിക്കണം. അതിനെ പിടിച്ച് വെച്ചത് 1 മീറ്റർ ദൂരത്തിലായിരിക്കണം പിടിച്ച് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇത് തമ്മിലുള്ള ഫോഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജിന്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഈ രണ്ട് എക്സ്പെരിമെന്റ് വെച്ചും, കാവൻഡിഷ് എക്സ്പെരിമെന്റ് വെച്ചും ഈ പറഞ്ഞ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വെച്ചും നമുക്ക് ജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജി എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് ഫോഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത്? ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറയണം. ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ എക്സ്പ്രഷൻ പറയണം. എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to G(m1m2) / r² എന്ന് പറയാം. നമുക്ക് അതിന് പകരം G is equal to ഇതിന് ബാക്കിയെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ F × r² ഡിവൈഡഡ് ബൈ M1m2 എന്നെനിക്ക് പറയാം. ഇതിൻ്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് 6.67 × 10⁻⁻11 എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു. അടുത്ത യൂണിറ്റ് പറയണം. യൂണിറ്റ് നമുക്ക് പറയാം. യൂണിറ്റ് എപ്പോഴും നമുക്ക് ഈ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ യൂണിറ്റ് മനസ്സിലാവും. എഫ് ഫോഴ്സിന് ന്യൂട്ടൺ ആണ്, r², r എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ Nm², ഡിവൈഡഡ് ബൈ 2 മാസ് ഉണ്ട്, അപ്പോൾ 2 കിലോഗ്രാം, അപ്പോൾ kg². ഇതായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. Nm², ഡിവൈഡ് ബൈ kg² ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻ ഇതാണ്. ഡയമെൻഷൻ നമുക്കറിയാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL⁻², ഇത് 2L, അപ്പോൾ mL³ × 10⁻² എന്നായി, ഡിവൈഡഡ് ബൈ 2m, അപ്പോൾ m⁻⁻1 L³ T⁻². ഇതായിരിക്കും ജിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി ജീനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം സറൗണ്ടിങ് ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഈ വസ്തു രണ്ടും വായുവിൽ നിൽക്കുന്നു, ഇത് ഞാൻ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജി മാറുമോ എന്ന് ചോദിച്ചാൽ ജി മാറത്തില്ല. എവിടെ കൊണ്ടുവച്ചാലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലുള്ള ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ തന്നെയായിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, Nm², ഡിവൈഡ് ബൈ kg². ഇനി നെക്സ്റ്റ് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോഴും ഓർക്കുക, രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ബോഡീസ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ F12 ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു F21 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ. 2 പേന ഞാൻ വെക്കുന്നു, അപ്പോൾ ഇത് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ ഇങ്ങനെ പതുക്കെ വന്ന് ഒട്ടിപ്പിടിക്കേണ്ടതല്ലേ?
എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? എപ്പോഴും ഓർക്കുക, ഇതിന് 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വസ്തുക്കളുണ്ട്, ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ വളരെ കുഞ്ഞാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. കാരണം നോക്കുക, ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുഞ്ഞു വാല്യൂ ആണ്. അപ്പോൾ ആ കുഞ്ഞു വാല്യൂ ആണ് ഈ 2 വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന് ഇതിൻ്റെ ഇനർഷ്യനെ മറികടന്നുകൊണ്ട് ഇതിനെ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതൊരു കാരണം. ഓക്കെ, രണ്ടാമത്തെ കാരണം, നമ്മളിപ്പോൾ ഇരിക്കുന്നത് എർത്തിൻ്റെ സർഫസിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ എയറിൻ്റെ റെസിസ്റ്റൻസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എയർ റെസിസ്റ്റൻസ് കാരണം ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, ഇതിന് കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടാവും, അങ്ങനെ പല ഫോഴ്സസ് ഇതിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സസിനെ മറികടക്കാൻ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 വസ്തുക്കളിനെ എടുത്ത് നമ്മൾ ബഹിരാകാശത്ത് കൊണ്ടുപോയി ഈ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ അടുത്ത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരും. ഇതേ വസ്തുക്കളിനെ എടുത്ത് ബഹിരാകാശത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ദ ഫോഴ്സ് ആക്ട്സ് ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഞാനിവിടെ വരച്ച് കാണിച്ചപ്പോഴും അകത്തുള്ള ഒരു പോയിന്റ് ആയിരുന്നു വരച്ചതല്ലേ? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2ന്റെ അകത്തുള്ള പോയിന്റ് ആയിരുന്നു വരച്ചത്. ഇത് എവിടെ നിന്നാണ് ആക്ട് ചെയ്യുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ആക്ട് ചെയ്യുന്നത്. ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ്. ഓക്കെ, ഇഫ് മൾട്ടിപ്പിൾ മാസസ് ആർ ദെയർ ദ റിസൾട്ടന്റ് ക്യാൻ ബി ടേക്കൺ. ഓക്കെ, 2 വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2ൽ കൂടുതൽ വസ്തുക്കൾ വന്നു കഴിഞ്ഞാലോ, ഇപ്പോൾ നോക്കാം, ഈ 3 പേന ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3 പേന തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലൂ പേനയും റെഡ് പേനയും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും, റെഡ് പേനയും ബ്ലാക്ക് പേനയും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും, ബ്ലാക്ക് പേനയും ബ്ലൂ പേനയും തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലൂ പേന മാത്രം ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ പേനയിൽ ഈ റെഡ് പേന ഒരു ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നു, അതേപോലെ ഈ ബ്ലാക്ക് പേന ഒരു ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ എഫക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ 2 ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് എടുത്താൽ മതി. അത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെ റിസൾട്ടൻ്റ് എടുക്കണം എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക. 3 ഈക്വൽ മാസസ് ഓഫ് 2 kg ആർ ഫിക്സ്ഡ് അറ്റ് വെർട്ടൈസസ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എയിലും ബിയിലും സിയിലും 2 kg മാസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ മാസ് 4 kg പ്ലേസ്ഡ് അറ്റ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 3 വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന ആംഗുലാർ ബൈസെക്ടേഴ്സ് പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. ഓക്കെ, ആ സെൻട്രോയിഡിൽ ഒരു 4 kg മാസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതായത് ഞാനിവിടെ ചെറുതായിട്ട് വരച്ച് കാണിക്കുവാണ്. ആ ട്രയാങ്കിൾ ABC ആണ്. ഈ 3 ABCയിലും 3 മാസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗുലാർ ബൈസെക്ടർ, ഇവിടുത്തെ ആംഗുലാർ ബൈസെക്ടർ, ഇവിടുത്തെ ആംഗുലാർ ബൈസെക്ടർ, ഇത് 3ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സെൻട്രോയിഡ്. ആ സെൻട്രോയിഡിൽ ഒരു 4 kg മാസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ സെൻട്രോയിഡിനെ ഈ A പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ടാവും, ഈ B പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ടാവും, ഈ C പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ടാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച്. അത് 3ൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ജിയിലുള്ള മാസിൻ്റെ ഫോഴ്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇഫ് ദ മാസ് അറ്റ് A is doubled? എയിലുള്ള 2 kg മാസമായിരുന്നു പറഞ്ഞു, അതിനെ മാറ്റി 4 kg ആക്കി കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ AG = BG = CG = 1 മീറ്റർ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഷീൽഡ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ? അതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 4 ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബേസിക്കലി ഈ പ്രപഞ്ചത്തിൽ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് 4 ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ 4 ഫോഴ്സാണ് ബേസിക്കലി യൂണിവേഴ്സിലുള്ളത്. ഓക്കെ, അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ എനിക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റും. ഷീൽഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് 2 മാഗ്നറ്റ് ഞാൻ എടുത്ത് വെക്കുകയാണ്. ആ രണ്ട് മാഗ്നറ്റ് തമ്മിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവണം. ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ എനിക്ക് ചില വസ്തുക്കൾ വെച്ച് തടസ്സപ്പെടുത്താം. അതിനെയാണ് നമ്മൾ ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഷീൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഷീൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സീൻ്റെ ആൻസർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ്. ബാക്കി 2 എണ്ണം നിങ്ങൾ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ച് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു, അതേപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് ABC.
ആ 3 വെർട്ടെക്സിലും എയിലും ബിയിലും സിയിലും 2 kg മാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് മീഡിയൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ആ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു 4 kg മാസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 വെർട്ടെക്സിൽ നിന്നും ഞാൻ ജിയിലോട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് വരച്ചു കഴിഞ്ഞു. അതും നമുക്ക് തന്നിട്ടുണ്ട്. AG = BG = CG = 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. അതേപോലെ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഈ AG എന്നുള്ളതിന് ഞാൻ വൈ ആക്സിസായി എടുത്തു, പെർപെൻഡിക്കുലറിന് വൈ ആക്സിസായി എടുത്തു, ഇത് എക്സ് ആക്സിസായി എടുത്തു. ഓക്കെ, അപ്പോൾ ആ എക്സ് ആക്സിസ് ഈ ട്രയാങ്കിളിൽ പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ PQ എന്നും വൈ ആക്സിസ് ട്രയാങ്കിളിൽ പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ R എന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് 3 ഫോഴ്സാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇവിടെ ഒരു 4 kg മാസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 kg മാസിനെ ഈ എയിലുള്ള 2 kg മാസ് അട്രാക്ട് ചെയ്യും. അത് FAG എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ ഈ 4 kg മാസിൻ്റെ സെൻട്രോയിഡിൽ നിന്നും ബിയിലോട്ട് അട്രാക്ട് ചെയ്യും. അതിനെ ഞാൻ FBG എന്ന് ഞാൻ എഴുതുവാണ്. അതേപോലെ സെൻട്രോയിഡിലുള്ള മാസിനെ സിയിലുള്ള വെർട്ടെക്സിലെ 2 kg അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതിന് ഞാൻ FCG എന്ന് ഞാൻ എഴുതുവാണ്. ഈ 3ഉം എനിക്ക് അറിയണം. ഓക്കെ, അങ്ങനെ അറിയാം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ FCGയും BGയും തമ്മിലുള്ള റിസൾട്ടന്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതും FAGയും തമ്മിലുള്ള റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും തരംതിരിച്ചിട്ട് എക്സ് ആക്സിസിലുള്ളതെല്ലാം ആഡ് ചെയ്യാം, വൈ ആക്സിസിലുള്ളതെല്ലാം ആഡ് ചെയ്തെടുക്കാം. 2 രീതിയിൽ ചെയ്യാം. ഞാൻ രണ്ടാമത്തെ രീതിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കമ്പോണന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ പറയുവാണ് FAG ഓൾറെഡി വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. ആ ഫോഴ്സ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്കറിയാം G m1 m2 × r² ആണ്. അപ്പോൾ G × m1 എന്ന് പറയുന്നത് ഇവിടെ 4 kg ആണ്. അപ്പോൾ 4 × അവിടെ ഉള്ളത് വെർട്ടെക്സ് എയിലുള്ളത് 2 kg ആണ്. അപ്പോൾ × 2 m1 m2 എഴുതി ഡിവൈഡഡ് ബൈ r². ആ ഡിസ്റ്റൻസ് AGയുടെ ഡിസ്റ്റൻസ് നമുക്കറിയാം, AGയുടെ ഡിസ്റ്റൻസ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1². ഇത് വൈ ആക്സിസിലാണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J വെക്റ്റർ എന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് FBG ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, BG എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഇങ്ങനെയാണ് ആ ഫോഴ്സ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് എന്ത് പറയാം? ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് എന്ന് എനിക്കറിയാം. ഈ ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇനി ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആംഗിളും, അതായത് ആംഗിൾ GBR എന്ന് പറഞ്ഞ ആംഗിളും അതേപോലെ ഈ ആംഗിൾ GBP എന്ന് പറഞ്ഞതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ GBR = ആംഗിൾ GBP = 30 ഡിഗ്രി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ Z കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ PGBR എന്നുള്ളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് ആയതുകൊണ്ട് ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ എനിക്ക് ആംഗിൾ BGPനെ അതും എനിക്ക് 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, ഇതിൻ്റെ ആംഗിൾ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ് എന്ന് എനിക്കറിയാം എന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു F ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിൻ്റെ എക്സുമായുള്ള ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് F × cos θ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കിട്ടും, F × sin θ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈ കമ്പോണൻറ്റ് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. FBG എന്നുള്ളത് അങ്ങോട്ടുള്ള ഫോഴ്സ് അത് എത്രയാണ്? G m1 m2 × r² നമുക്കറിയാം. അപ്പോൾ G എന്ന് പറയുന്നത് ക്യാപിറ്റൽ G × m1 എന്ന് പറയുന്നത് 4 kg ആണ്. അപ്പോൾ 4 × m2 എന്ന് പറയുന്നത് 2 kg ആണ്. ഡിവൈഡഡ് ബൈ r² 1² തന്നെയാണ്. ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇത് × cos 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ F നമുക്കറിയാം, ഇവിടെ എഴുതി × cos 30. ഇത്രയും I ആയിരിക്കും, ഇത്രയും എക്സ് ആക്സിസിലായിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്നുള്ളത് ഇങ്ങോട്ടാണ് വരുന്നത്. എക്സ് ആക്സിസ് അങ്ങോട്ടാണ്, പക്ഷേ ഈ വരുന്ന കമ്പോണൻറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് G × ഇത് 8 ആണ്. 8 × cos 30 × I എന്ന് കിട്ടി. ഇനി ഇതിന് വൈ കമ്പോണൻറ്റും കൂടെ ഉണ്ട്. ഈ വസ്തുവിന് വൈ കമ്പോണൻറ്റും കൂടെ ഉണ്ട്. അതെങ്ങോട്ടായിരിക്കും? അത് താഴോട്ടായിരിക്കും. വൈ ആക്സിസ് മുകളിലോട്ടാണ്, വൈ കമ്പോണൻറ്റ് താഴോട്ടാണ്. അപ്പോൾ ആദ്യമേ എനിക്ക് എഴുതാൻ നെഗറ്റീവാണ്. ഒരിക്കൽ കൂടി വൈ കമ്പോണൻറ്റ് വിളിക്കാൻ F sin θ ചെയ്താൽ മതി. F എന്ന് പറയുന്നത് എനിക്കറിയാം G × 4 × 2 ഡിവൈഡഡ് ബൈ 1² × sin 30 × J കമ്പോണൻ്റ് ആണ്. ഇതാണ് FBG വരുന്നത്. ഇനി അടുത്ത FCG ഇതേപോലെ എനിക്ക് ചെയ്യാം. FCG ഒരിക്കൽ കൂടി ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ C = 60 ഡിഗ്രി എന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ
ആംഗിൾ RCG is equal to angle GCQ is equal to 30 degree. കാരണം എന്താ, ഈ മീഡിയൻ ഇതിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആ രണ്ട് ആംഗിളും 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ CGQ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, ഒരിക്കൽ കൂടി ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എനിക്ക് കണ്ടുപിടിക്കാം. ഒരിക്കൽ കൂടി F cos 30 F sin 30 ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ്, അങ്ങനെയാണെങ്കിൽ കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. എക്സ് ആക്സിസ് അങ്ങോട്ട്, കമ്പോണൻറ്റ് അങ്ങോട്ട്. അപ്പോൾ അത് പോസിറ്റീവായി എടുക്കാം. അപ്പോൾ പോസിറ്റീവ് ഫോഴ്സ് നമുക്കറിയാം Gm1 m2 ഡിവൈഡ് ബൈ r² ആണ്. G എന്ന് പറയുന്നത് G ആയിട്ട് തന്നെ നിൽക്കും. M1 4 kg ആണ്, M2 2 kg ആണ്. അപ്പോൾ G × 4 × 2 ഡിവൈഡ് ബൈ 1² ഇൻറ്റു എന്താണ് എക്സ് കമ്പോണൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ cos 30 ആണ്, cos 30i. ഇനി അടുത്തത് വൈ കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് ഇങ്ങനെ ഇരിക്കുവാണ്, വൈ കമ്പോണൻ്റ് താഴോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ താഴോട്ടായതുകൊണ്ട് അതിന് എനിക്ക് നെഗറ്റീവായി എടുക്കാം. വൈ ആക്സിസ് മുകളിലോട്ടാണ്, വൈ കമ്പോണൻ്റ് താഴോട്ട്, അതിന് നെഗറ്റീവായി എടുക്കാം. ഒരിക്കൽ കൂടി G 4 × 2 ഡിവൈഡ് ബൈ 1² ഇൻറ്റു sin 30 ആയിരിക്കും ഇൻറ്റു J അല്ലേ. വൈ കമ്പോണൻ്റ് എടുക്കുമ്പോൾ J ആണ് എടുക്കേണ്ടത്. അത് നെഗറ്റീവ് ആവാൻ കാരണം അത് താഴോട്ടായതുകൊണ്ട്. അപ്പോൾ മൂന്ന് ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻ്റ് ആയി നമ്മൾ തിരിച്ചു. ഇനി റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ F net എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, F net കണ്ടുപിടിക്കാൻ ഇതിനെ എനിക്ക് ആഡ് ചെയ്താൽ മതി, ഈ മൂന്നിനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ മൂന്നിൻ്റെയും എക്സ് ആക്സിസിലുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. എക്സ് ആക്സിസിലുള്ള ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ -4 × 2 ഡിവൈഡ് ബൈ 1², അതായത് 8G ആണ്. 8G × cos 30 അത് നെഗറ്റീവ് ആണ്. അതേപോലെ ഐയിൽ വേറെ എന്തുണ്ട്, ഇവിടെ ഉണ്ട് 8G × cos 30 അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 8G cos 30 നെഗറ്റീവ്, ഇവിടെ 8G cos 30 പോസിറ്റീവ്. അപ്പോൾ 0 ആയി, അതിന് 0 ആയി എന്ന് എനിക്ക് എഴുതാം. ഇനി അടുത്ത് വൈ കമ്പോണൻ്റ് ഉള്ളത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. വൈ കമ്പോണൻ്റിൽ ഇവിടെ 8G ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ 8GJ എന്ന് എനിക്ക് പറയാം അല്ലേ. ഇനി നോക്കുക, വൈ കമ്പോണൻ്റിൽ വേറെ എന്തുണ്ട്, ഇവിടെ 8G × sin 30J, sin 30 ഹാഫ് ആണ്. അപ്പോൾ ഇത് 4GJ അല്ലേ. അടുത്തത് ഇവിടെ 8G × sin 30J, ഒരിക്കൽ കൂടി 4GJ. അപ്പോൾ ഇവിടെ -4GJ, ഇവിടെ -4GJ, ഇവിടെ 8GJ, മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0J എന്നായിരിക്കും കിട്ടുന്നത്. ഇത്രയായിരിക്കും ഫോഴ്സ്, അതായത് നെറ്റ് ഫോഴ്സ് 0 ആണ്. കാരണം എന്താ, ശ്രദ്ധിക്കുക, ഇത് ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിമെട്രിക്കൽ ആണ് ഈ ബോഡി. ഇവിടെ എന്ത് വെയിറ്റ് വെച്ചാലും മൂന്നും 2 kg ആണ്. അപ്പോൾ ഇപ്പുറത്ത് എത്ര ഫോഴ്സ് ഉണ്ടോ അത്ര ഫോഴ്സ് തന്നെ ഇപ്പുറത്തും ഉണ്ടാവും, അത്ര ഫോഴ്സ് തന്നെ ഇപ്പുറത്തും ഉണ്ടാവും. ബോഡിക്ക് സിമെട്രി ഉള്ളപ്പോൾ നെറ്റ് ഫോഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോവും, ആ ബോഡിയിൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇഫ് ദ മാസ് അറ്റ് എ ഇസ് ഡബിൾഡ്? എയിലുള്ള മാസ് 2 kg പകരം രണ്ടാമത്തെ കേസിൽ 4 kg ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. FBGയും FCGയും മാറത്തില്ല, കാരണം അവിടെ രണ്ടും 2 kg തന്നെയാണ്. അപ്പോൾ എനിക്ക് ആകെ മാറുന്ന FAG ആണ്. ഓക്കെ, അപ്പോൾ ബിയിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോവാണ്. അവിടെ FAG എന്ന് പറയുന്നത് G × 4 × 2 നമ്മൾ ആദ്യം എടുത്തു, കാരണം ഇവിടെ 2 kg ആയിരുന്നു. പക്ഷെ അതിന് പകരം 4 kg ആണ്. അപ്പോൾ ഇവിടെ G × 4 × 4 ഡിവൈഡഡ് ബൈ 1² ഇൻറ്റു J വെക്റ്റർ. ദിസ് ഇസ് ഈക്വൽ ടു 4 × 4 16 ആണ്. അപ്പോൾ 16G × J വെക്റ്റർ, ഇത്രയും ന്യൂട്ടൺ ആണ് FAG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ F net ഞാൻ എഴുതുവാണ്. F net എഴുതാൻ I നേരത്തെ 0 ആയിപ്പോയി, ഐയിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല. ജെയിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ജെയിൽ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ട് ജെയിൽ, അതെത്രയാണ് 8G sin 30 എന്ന് പറഞ്ഞാൽ 4G. അപ്പോൾ -4G, ഇത് -4G. അതേപോലെ ഇവിടെയും 8J sin 30, ഇതും -4G. ഓക്കെ, അപ്പോൾ എനിക്ക് F net എന്ന് പറയുന്നത് ഇവിടെ 16G ഉണ്ട്. 16G പ്ലസ് -4G പ്ലസ് -4G, ഇത്രയും J വെക്ടറിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 8G ന്യൂട്ടൺ ആയിരിക്കും ഇതിലുണ്ടാവുന്ന ഫോഴ്സ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആദ്യം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മൾട്ടിപ്പിൾ ഫോഴ്സസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് റിസോൾവ് ചെയ്ത് എഴുതേണ്ടതാണ്. ഇത് വേറൊരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഈ 2 ഫോഴ്സസിനെയും റിസോൾവ് ചെയ്യുക, പിന്നെ ആ കിട്ടുന്ന റിസൾട്ടൻറ്റും ഈ മുകളിലുള്ളതും റിസോൾവ് ചെയ്യുക, അങ്ങനെ ചെയ്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എല്ലാ കമ്പോണൻ്റ് എടുത്ത് എല്ലാം ഒറ്റയടിക്ക് ആഡ് ചെയ്താലും മതിയായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് അത് കമൻസിൽ എഴുതുക. അതേപോലെ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സ് എഴുതിക്കൊള്ളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.